ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ അകത്ത് അലക്കുമ്പോൾ ആ വാഷിംഗ് മെഷീൻ ഒരു 5 മിനിറ്റോ 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നിന്ന് പോകുന്നൊരു കംപ്ലയിൻറ്റ് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാക്കി എടുക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അതായത് ഇപ്പോൾ വാഷിംഗ് മെഷീൻ 35 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റൊക്കെയാണ് സാധാരണഗതിയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ ചുരുങ്ങി 30 മിനിറ്റോ 35 മിനിറ്റോ 15 മിനിറ്റോ ഒന്നും വർക്ക് ചെയ്യാതെ അതിനുള്ളിൽ തന്നെ അത് നിന്ന് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലയിൻറ്റ് എങ്ങനെ ശരിയാക്കി എടുക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വെൽക്കം ടു ദിസ് വീഡിയോ. വാഷിംഗ് മെഷീൻ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാൻ മെയിൻലി 3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ കംപ്ലയിൻറ്റ് അതായിരിക്കാം. എനിവേ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ടെക്നീഷ്യനൊക്കെ ആണെങ്കിലോ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയർ അസംബ്ലിങ് എന്നാണ് ഈ പാട്ടിൻ്റെ പേര്. ഈ പാട്ട് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ മോട്ടോർ റിലേറ്റഡ് ആയ ഒരു കംപ്ലയിൻറ്റ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രോബ്ലം വരാറ്. അപ്പോൾ പാർട്ട് 2 വീഡിയോ ആയ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഗിയർ അസംബ്ലി റിലേറ്റഡ് ആയി കംപ്ലയിൻറ്റ് കൊണ്ടും നമ്മളെ വാഷിംഗ് മെഷീൻ എങ്ങനെ ഈ കുറച്ച് നേരം കറങ്ങിയതിന് ശേഷം കുറച്ച് നേരം റൊട്ടേറ്റ് ആയതിനു ശേഷം നിന്ന് പോകുന്നൊരു കംപ്ലയിൻറ്റ് വരും. ഈ ഗിയർ അസംബ്ലിങ് കേടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയർ അസംബ്ലിങ്ങിനകത്ത് ചെറിയ ചെറിയ ഗിയേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ ഗിയേഴ്സിന് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ ഒരുപാട് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ ഇവിടെ ഉള്ള ഒരു സീൽ ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തിനകത്തൂടെ വെള്ളവും അതുപോലെ തന്നെ ചെറിയ പൊടിയൊക്കെ ഇറങ്ങിയിട്ട് ഈ ഗിയേഴ്സിന് തേയ്മാനം സംഭവിച്ചിട്ടൊക്കെയാണ് ഇത് കേടായി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ ശരിയാവാതെ വരികയും അതുപോലെ തന്നെ ഇതിനകത്തൂടെ വെള്ളം ഇറങ്ങി ലീക്കേജ് വരികയും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടാണ് ഈ ഗിയർ അസംബ്ലിങ് കേടാവുന്നത്. അപ്പോൾ നമ്മളൊരു വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ മുഴുവനായിട്ട് അഴിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് ഗിയറിൻ്റേത് തന്നെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വാഷിംഗ് മെഷീനിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരിക. എന്നിട്ട് ബാക്ക് സൈഡിലെ കവർ അഴിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ മോട്ടോറും അതുപോലെ തന്നെ ഗിയർ അസംബ്ലിങ്ങും ഇപ്പുറം കാണുന്ന നമ്മുടെ സ്പിൻ മോട്ടറും എല്ലാം നിൽക്കുന്ന ഈ ഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ സറൗണ്ടിങ്സിൽ മൊത്തം ബോഡിയുടെ ഈ സറൗണ്ടിങ്സിൽ മൊത്തം ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു വെള്ളം തെറിച്ചതുപോലെയോ അല്ലെങ്കിൽ ഒരു റസ്റ്റി ആയിട്ടുള്ള ബ്രൗൺ കളറിലുള്ളൊരു വെള്ളം തെറിച്ചതുപോലെയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഗിയർ അസംബ്ലിങ്ങിൻ്റെ അകത്ത് നിന്നും ലീക്കേജ് വന്നതുകൊണ്ടാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ആകുമ്പോൾ ഇവിടുന്ന് ലീക്കേജ് ഉണ്ടാകുമ്പോൾ വെള്ളം സറൗണ്ടിങ്സിൽ മൊത്തം സ്പ്ലിറ്റായി തെറിച്ച് സ്പ്ലാഷ് ആവുന്നതിൻ്റെ ഒരു പാടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ്റെ ഗിയർ അസംബ്ലിങ് കേടായത് കൊണ്ടാണ് ഇങ്ങനെ നിന്ന് പോകുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇങ്ങനെ നിന്ന് പോകാതെ തന്നെ ഈ ഗിയർ അസംബ്ലിങ് കേടായി വേറൊരു സൗണ്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ഒക്കെയാണ്. അങ്ങനെ വരുന്ന വാഷിംഗ് മെഷീൻ്റെ അകത്തും ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ കളർ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ബ്ലാക്ക് കളറിലും ബ്രൗൺ കളറിലൊക്കെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റീസൺ ഈ ഗിയർ അസംബ്ലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് വരുന്നതെന്നും അതുപോലെ തന്നെ ഈ ഒരു കംപ്ലയിൻറ്റ് വളരെ ഈസി എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ഗിയർ അസംബ്ലിങ് മാറ്റുന്ന മറ്റൊരു വീഡിയോ നമ്മൾ നേരത്തെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.